ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ തുടങ്ങിയില്ലേ? ഞാനും തുടങ്ങി ക്രിസ്മസ് ഡെക്കറേഷൻസ്. ചെറുതായിട്ട് എല്ലാം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് നമുക്ക് നോക്കിയാലോ. വാ. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. ഓരോ പെട്ടിയും പൊട്ടിച്ച് സാധനങ്ങൾ പുറത്തെടുത്ത് അതിങ്ങനെ അറേഞ്ച് ചെയ്യാനായിട്ട്. ഈ പ്രാവശ്യം മേടിച്ച പുതിയ സാധനങ്ങളും ഉണ്ടായിരുന്നു, പഴയ സാധനങ്ങളെല്ലാം, അതും രണ്ടും കൂടി മിക്സ് ചെയ്ത് അത് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഓഹ്, പിന്നെ കഴിഞ്ഞോന്ന് ചോദിച്ചാൽ കഴിഞ്ഞിട്ടും ഇല്ല. കുറേ ഇനിയും കിടക്കുകയാണ്. സ്റ്റാർ ഇട്ടിട്ടില്ല, ലൈറ്റ് ഇട്ടിട്ടില്ല, അതിൻ്റെ പണിയെല്ലാം ഇന്നിനി ബാക്കി കിടക്കുകയാണ്. അപ്പം എല്ലാം ചെയ്യണം. അപ്പം എത്രത്തോളം എത്തി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇവന്മാര് രണ്ടുപേരാട്ടോ നമ്മുടെ ഫ്രണ്ട് ഡോറിന്റെ കാവൽക്കാരെ. ഒരു 4-5 വർഷമായിട്ട് ഇവന്മാര് നമ്മുടെ കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു എവിടെന്നാ മേടിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു 4-5 വർഷത്തോളമായിട്ട് ഇവന്മാര് നമ്മുടെ കൂടെ കൂടിയിട്ട്. ഇതാണ് നമ്മുടെ ഡോർ ഡെക്കറേഷൻ വരുന്നത്. റീത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാനൊരു 4-5 വർഷത്തോളമായിട്ട് ഇടാറില്ല. ഇതാണ് മെയിൻ ഡോറിന്റെ വരുന്നത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാണ് നമ്മളുടെ ഇവിടെ ഇതൊക്കെ എപ്പോഴും വെക്കുന്നതാണ്. പിന്നെ ഇവിടെ ഒരു പാപ്പാനിയും, പിന്നെ ഇതൊരു ട്രീയാ, ക്രോഷിയോടെ. ഇത് ഞാൻ ചെയ്തെടുത്തൊരു ട്രീ ആണ്. അപ്പം അതും പിന്നെ ഇതും വെച്ചിട്ടുണ്ട് ക്രിസ്മസിന് ഡെക്കറേഷനായിട്ട്. ഈ സെക്ഷൻ പിന്നെ ഒരു മാലാഖ കുട്ടികളുടെ സെക്ഷനാണ്. ഇവിടെ ഒരു 4 പേരെ വെച്ചിട്ടുണ്ട്. അധികം ഇല്ല, ഇവരെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെക്കാറുണ്ട് കേട്ടോ. ഇവരൊക്കെ ഓൾമോസ്റ്റ് ഇവിടെ സ്ഥിരമുള്ള ആൾക്കാരാണ്. പിന്നെ അകത്ത് കുറച്ച് പേരുണ്ട്, അവരെ ഇവരിങ്ങനെ മാറ്റി മാറ്റി വെക്കും. പിന്നെ ഇവിടെ പംകിൻസിന്റെ ഒരു ഇതുണ്ട്. ഈ പംകിൻസ് കളർ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും. വേറെ വേറെ പംകിൻസ് ഒക്കെ കളേഴ്സ് നമ്മൾ ക്രിസ്മസിന്റെ ടൈം ആകുമ്പം റെഡ്, വൈറ്റ് അങ്ങനത്തെ ഒക്കെ വെക്കും. അല്ലാത്തപ്പം വേറെ വേറെ കളേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വെക്കാറ്. ഇതാണ് എൻ്റെ വർക്കിംഗ് ടേബിള്. ഇതാണ് ഈ ഞാൻ വർക്കിംഗ് ടേബിളിൽ ചെയ്തിരിക്കുന്ന ഡെക്കറേഷൻ. വർക്കിംഗ് ടേബിളിന് ഒരു റെഡ് ടേബിൾ ക്ലോത്ത് ഇട്ടു, പിന്നെ ഒരു റണ്ണർ കൊടുത്തു, പിന്നെ 2 കാൻഡിൽ ഡെക്കറേഷൻസും കൊടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസിന്റെ കാൻഡിലാണ് കൊടുത്തത്, കാൻഡിൽ ഡെക്കറേഷനാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ക്രോഷിയോടെ ഒരു വർക്ക് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഫ്ലവറിന്റെ ഒരു ഡെക്കറേഷനും കൂടി കൊടുത്തു. ഇതാണ് ഈ ടേബിളിൽ ചെയ്തിരിക്കുന്ന ഡെക്കറേഷൻ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്രിസ്മസ് ട്രീ. ഇതിലെ ഓൾമോസ്റ്റ് സാധനങ്ങളെല്ലാം ഹാൻഡ് മെയ്ഡാണ്. കൂടുതലും ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാണ് വെക്കാനായിട്ട് നോക്കിയിട്ടുള്ളത്. കുറച്ച് സാധനങ്ങളൊക്കെ മാത്രം നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്.
ഇതുണ്ടോ, ഇതെല്ലാം ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റുകളാണ്. ഇതെല്ലാം ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയതാട്ടോ. ക്രോഷ്യയുടെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെല്ലാം ഒരുമിച്ച് ചെയ്തിട്ടുള്ളതല്ല കേട്ടോ, ഓരോ വർഷങ്ങളായിട്ട് ചെയ്തെടുത്തിട്ടുള്ള സാധനങ്ങളാണ്. ഇതാട്ടോ നമ്മളുടെ നേറ്റിവിറ്റി സെറ്റ്. സാധാരണ നമ്മൾ കഴിഞ്ഞ വർഷം വരെ നമ്മൾ പുൽക്കൂട് വെച്ചിട്ടുള്ള ഇതായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം നമ്മൾ ഇതുപോലെ വുഡൻ ട്രേയിലാണ് നമ്മൾ വെച്ചത്. കുഞ്ഞൊരു നേറ്റിവിറ്റി സെറ്റാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ ഒരു എന്താണ് പറയുക, ടിഷ്യൂ പേപ്പർ ബോക്സ് ചെയ്തിട്ടുണ്ട്, ക്രോഷ്യയുടെ വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ കുഷ്യൻ കവേഴ്സ് എല്ലാം ഞാൻ അന്ന് ഹാർട്ട്ഫുള്ളി ഹാൻഡ് മെയ്ഡ് എന്നും പറഞ്ഞ് അഞ്ജുവിൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. ഞാൻ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണം കേട്ടോ. അവിടെ നിന്ന് എടുത്തതാണ്, അഞ്ജുവിൻ്റെ അടുത്ത് നിന്ന് എടുത്തതാണ് കുഷ്യൻ കവേഴ്സ് എല്ലാം. ഇത് തന്നെയാണ് നമ്മൾ അപ്പുറത്തും ഇട്ടിരിക്കുന്നത് അതിൻ്റെ സെറ്റ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ടേബിൾ ഉണ്ട്, അവിടെ നമ്മളിതാ ഇവനെയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ടേബിളിൽ നമ്മൾ ഇവിടെ നമുക്ക് കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അവനെയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ 4 പേര് മാത്രമല്ലാണ്ട് വേറെ ഒരാളും കൂടി ഉണ്ട് ഞങ്ങളുടെ കൂടെ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട്. ഞങ്ങളുടെ സെൻറ്റർ ടേബിളിൽ ഇവനും കൂടി ഉണ്ട് ഇപ്രാവശ്യം. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഡെക്കറേഷനായിട്ട് വരുന്നത്. കുറേ കുഞ്ഞു കുഞ്ഞു ട്രീസും ഒരു വലിയ ട്രീയും അപ്പുറത്തൊരു കാൻഡിൽ ഡെക്കറേഷനും ഉണ്ട് കേട്ടോ. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡെക്കറേഷനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ ഡെക്കറേഷൻ ചെയ്യുന്നതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഈ ഡെക്കറേഷൻ ഇവിടെയാണ് ഞാൻ വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കാൻഡിൽ ഡെക്കറേഷൻ ഉണ്ട്. ഇതിലെ ഇവന്മാരൊക്കെ പുതിയതാണ്. ഇവിടെയൊക്കെ കുറച്ച് ചെടികളുണ്ട് കേട്ടോ. പിന്നെ മുകളിൽ ഒരു വീട്, അതൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇവിടെയുള്ള ഡെക്കറേഷൻസ്. പിന്നെ നമ്മൾ ഈ സെക്ഷനിൽ ഇവിടെ കുറച്ച് ട്രീകളും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്, ഇവിടെയൊക്കെ ആയിട്ട്. ഇതെല്ലാം ക്രോഷ്യയുടെ ട്രീകളാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത ട്രീകളാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് മുകളിൽ കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിതാ ഇവിടെ നിന്ന് കിച്ചണിൻ്റെ ഈ ഭാഗത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സ്മോൾ ഡെക്കറേഷനും കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ്, അതിൻ്റെ പുറത്താണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ കിച്ചണിൽ വലിയ ആർഭാടമായിട്ടുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. കിച്ചൺ ഇങ്ങനെ എപ്പോഴും പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പം അത് കാരണം കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടൊരു ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഒരു ജാറുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ലേ ഡെക്കറേഷൻസ് ഫുള്ള് കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ അകത്ത് ഇനി ഉള്ള ആൾക്കാരെ എല്ലാം ഇനിയിപ്പം റെഡി ആക്കാനായിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് ബാക്കിയുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഇവിടെ ഒരു ഏഞ്ചല്, ഇവിടെ ഒരു കാൻഡില്, ഇവിടെ ഒരു ഫ്ലവർ ഡെക്കറേഷൻ, അങ്ങനെയൊക്കെ ആയിട്ട് ഈ ഒരു ഏരിയ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ അപ്പുറത്തും കുറച്ച് ഏഞ്ചൽസിനെയും കാര്യങ്ങളെയും എല്ലാം വെച്ചിട്ട് അവിടെയും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ഡെക്കറേഷൻ വരുന്നത്. സിമ്പിളായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മൾ എപ്പോഴും ഫുഡ് കാര്യങ്ങളെല്ലാം ഇവിടെ വെക്കുന്ന ഒരു ഇതായത് കാരണം കൊണ്ട് നമുക്ക് എടുത്തു മാറ്റലും കാര്യങ്ങളെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കാരണം കൊണ്ട് കാൻഡിലും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് സിമ്പിളായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ബോക്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് സിമ്പിളായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നത് പുറകിലത്തെ ഡെക്കറേഷനാണ്. ഇതായിരുന്നു ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ഞാൻ ചെയ്ത ഡെക്കറേഷൻ ആയിട്ടുണ്ടായിരുന്നത്. ഈ ലൈറ്റെല്ലാം ഇട്ട് വീടെല്ലാം വെച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഞാനിത് ചെയ്യാനായിട്ട്. ഇതെല്ലാം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. ഇതിലൊരു 1-2 വീട് മാത്രമാണ് ഞാൻ മേടിച്ചത് ഇപ്രാവശ്യം പുതിയത്. ബാക്കി എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഞങ്ങൾ പോയി സ്റ്റാർ ഇട്ടിട്ട് വരാം.
അങ്ങനെ സ്റ്റാറും ലൈറ്റും എല്ലാം ഇട്ട് കഴിഞ്ഞു കേട്ടോ. ലൈറ്റ്സ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്രിസ്മസ് ട്രീ. അയ്യോ, അതെ സ്റ്റാർ ഉണ്ടാവാ. ആ